നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഓരോ കണക്റ്റീവ്സിൻ്റെയും ട്രൂത്ത് ടേബിളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇനി നമുക്ക് ഒരു കോമ്പൗണ്ട് പ്രപ്പോസിഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഏത് ഓപ്പറേഷനാണ് ഫസ്റ്റ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നെഗേഷൻ ഉണ്ടെങ്കിൽ നെഗേഷനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് യൂസ് ചെയ്യണം. പിന്നെ ഓർ, ദെൻ ഇംപ്ലിക്കേഷൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്നത് ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഓരോന്നിലും അതായത് ഓരോ ഓപ്പറേഷനും ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു പ്രോബ്ലം ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മളോട് ഇവിടെ ഒരു പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഫോർ ദ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ പി ഓർ ക്യൂ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ്ലി എനിക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, പി ക്യൂ കാണിക്കുക. ദെൻ നമുക്ക് പി ഇംപ്ലൈസ് ആദ്യം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ പി വരയ്ക്കുക, ക്യൂ എഴുതുക, പിന്നെ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ, നമുക്ക് ഫസ്റ്റ് അതാണല്ലോ, പി ഇംപ്ലൈസ് ക്യൂ എടുക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഇതാ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നെഗേഷൻ പി കണ്ടുപിടിക്കണം. നെഗേഷൻ പി കണ്ടുപിടിച്ചതിന് ശേഷമാണ് നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നതായിരിക്കണം അടുത്ത കോളം. ദെൻ ലാസ്റ്റത്തെ കോളത്തിൽ ഈ മൊത്തത്തിലുള്ള കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ടേബിൾ എന്ന് പറയുന്നത് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്? പി എടുത്തു, പിയും ക്യൂവും. അപ്പോൾ നമ്മൾ കേസസ് ഇങ്ങനെ ചെയ്ത് ആദ്യം രണ്ടും ട്രൂ, പിന്നെ ഒന്ന് ട്രൂ, നെക്സ്റ്റ് ഫാൾസ്, പിന്നെ ആദ്യം ഫാൾസ്, പിന്നെ ട്രൂ, പിന്നെ ഫോൾസ് ഇതേമാതിരി എഴുതി വയ്ക്കാം. പിന്നെ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത്, പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ടേബിൾ വാല്യൂ രണ്ടും ട്രൂ ആവുന്ന കേസിൽ അത് ട്രൂ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ഒരെണ്ണം ഫാൾസ്, രണ്ടാമത്തേത് ഫാൾസ് ആവുന്ന കേസിൽ ഫോൾസ് ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ഫോൾസും പിന്നെ ട്രൂ ആവുന്ന കേസിൽ ട്രൂ ആയിരിക്കും. അതുമാതിരി തന്നെ രണ്ട് ഫോൾസ് ആവുന്ന കേസിലും ട്രൂ ആയിരിക്കും. ഇതിനായിരുന്നു ഞാൻ ഇതിൻ്റെ ടേബിൾ കാണാതെ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിരുന്നത്. സോ അത് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് നെഗേഷൻ, അടുത്തത് ടേബിൾ നെഗേഷൻ പി. ഞാൻ നേരത്തെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ നെഗേഷൻ പി കണ്ടുപിടിക്കുന്നത്. പി ഇവിടെ ട്രൂ ആവുന്ന കേസിൽ ഇവിടെ എന്തായിട്ട് മാറും? ഫോൾസ്. ഇവിടെ ട്രൂ ആവുന്ന കേസിലും ഫോൾസ് ആയിട്ട് മാറും. ഫോൾസ് ആവുന്ന കേസിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രൂ ആവും. ഇവിടെ ഫോൾസ് ആവുന്ന കേസിൽ അത് ട്രൂ ആയിരിക്കും. ഇനി നമുക്ക് നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ആക്കേണ്ടത് അല്ലേ. നമ്മൾ ഇനി പി ഓർ ക്യൂവിൻ്റെ നെഗേഷൻ പി ഓർ ക്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം ഇനി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഏതാണെങ്കിൽ പി ഓർ ക്യൂ എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗേഷൻ പീൻ്റെ ഇത് കൊടുക്കണം, പിന്നെ ക്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോൾസും പിന്നെ ട്രൂ ആവുന്ന കേസിൽ നമ്മുടെ ഓർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? അത് ട്രൂ ആണ് വരിക. അതുമാതിരി തന്നെ ഫസ്റ്റ് ഫോൾസും സെക്കൻഡ് രണ്ട് ഫോൾസ് ആവുന്ന കേസിലും നമുക്ക് എന്താ വരിക എന്നത് പിന്നെ നമ്മുടെ ഓർ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടാണ് വരിക. ഇനി ഫസ്റ്റത്തെ വണ്ണ് ട്രൂവും രണ്ടാമത്തെ വണ്ണും ട്രൂ, രണ്ടും ട്രൂ ആവുന്ന കേസിൽ നമുക്ക് എന്താണ്? ഓർ എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ നമ്മൾ അത് എഴുതി വെച്ചു. പിന്നെ നമുക്ക് ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസും വരുന്ന സിറ്റുവേഷൻ, ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസും വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്താണ്? നമ്മുടെ ഇത് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വന്നില്ലല്ലോ. നമ്മൾ ആദ്യം പി, അതായത് പിയും ക്യൂവിൻ്റെ പോസിബിലിറ്റി എഴുതി, പിന്നെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ പി ട്രൂ ആവുന്ന കേസിൽ ഇത് ഫോൾസ്, ട്രൂ ആവുന്ന കേസിൽ ഫോൾസ്, നേരെ ഓപ്പോസിറ്റ് ഫോൾസ് ആവുന്ന കേസിൽ ട്രൂ, ഫോൾസ് ആവുന്ന കേസിൽ ട്രൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ കാണിക്കേണ്ടത്? നെഗേഷൻ പി ഓർ ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നെഗേഷൻ പി ഓർ ക്യൂ കണ്ടുപിടിക്കുക ആദ്യം നെഗേഷൻ പി, ഇതാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഇത് കൺസിഡർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫോൾസും സെക്കൻഡ് ട്രൂ ആവുന്ന കേസിൽ നമുക്കിത് ട്രൂ ആണ്. ദെൻ ഫസ്റ്റ് രണ്ടും ഫോൾസ് ആവുന്ന കേസിലും ഇതെന്താണ്? ഓർ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അതുമാതിരി തന്നെ രണ്ടും ട്രൂ ആവുന്ന കേസിൽ ഇതും ട്രൂ ആവുന്ന കേസിൽ നമുക്ക് എന്തായിരിക്കും? ഇതും ട്രൂ ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസ് ആവുന്ന കേസിൽ നമുക്ക് ട്രൂ ആയിട്ട് മാറും. ഇനി നമ്മൾ അടുത്തത് എന്ന് പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. നമ്മളിനി പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഈ രണ്ട് ടേബിൾ കൂടി കൺസിഡർ ചെയ്യാം അല്ലേ. എന്നിട്ട് നമ്മൾ എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് ടേബിളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത് അല്ലേ. ഓക്കെ, അതായത് നമ്മുടെ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോഴുള്ള ആ ടേബിൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൂ, രണ്ടും ട്രൂ ആവുന്ന കേസിൽ നമുക്ക് എന്ത് തന്നെ വരുന്നത്? ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ തന്നെ. രണ്ട് ഫോൾസ് ആവുന്ന കേസിൽ നമുക്ക് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. പിന്നെ വീണ്ടും നമുക്ക് രണ്ടും ട്രൂ വരുന്ന കേസിൽ അത് തന്നെയാണ് ആണ്. പിന്നെ രണ്ടും ട്രൂ വരുന്ന കേസിൽ വീണ്ടും ട്രൂ ആണ്. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൻ്റെ നമുക്ക് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറിൽ നമുക്ക് കിട്ടി. ഓക്കെ, ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P implies Q if and only if negation P or Q എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് ടേബിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പിയും ക്യൂവിൻ്റെ പോസിബിൾ പെയേഴ്സ് എഴുതി വയ്ക്കുക. അതിനുശേഷം ഫസ്റ്റ് വൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ അല്ലേ, ഇപ്പോൾ ഫസ്റ്റ് വണ്ണ് ഫസ്റ്റ് കോളത്തിൽ എഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതാണ് എഴുതി വയ്ക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതിന് മുന്നേ നമുക്ക് ഓർഡർ പ്രിസിഡൻസ് വെച്ചിട്ട് നമുക്ക് നെഗേഷൻ പി ഫസ്റ്റ് എഴുതണം. അപ്പോൾ അതിന് അടുത്ത കോളത്തിൽ നമ്മൾ നെഗേഷൻ പി എഴുതി, അതിനുശേഷം നെഗേഷൻ പി ഓർ ക്യൂ എഴുതി. ദെൻ നമുക്ക് പിന്നെ എന്താണ് ഇതിൻ്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻസ് എഴുതി. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഇത് എളുപ്പമാണ് ചെയ്യാൻ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നിൻ്റെയും ട്രൂത്ത് ടേബിൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടെ എന്താണോ എന്നല്ല നോക്കുന്നത്, ഈ ഇംപ്ലിക്കേഷൻ ഓരോന്നും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഇംപ്ലിക്കേഷനിലും എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുള്ളത് കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഫോർ ദ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. നമുക്ക് 2 കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെയും ടേബിൾസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കാം. ഇവിടെ പി ഉണ്ട്, ക്യൂ ഉണ്ട്, ഒരു ആറും കാണാനുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതുക, പി എഴുതുക, പിന്നത്തെ കോളത്തിൽ ക്യൂ എഴുതുക, പിന്നത്തെ കോളത്തിൽ നമ്മൾ ആറ് എഴുതുക, ഇത്ര എഴുതുന്നുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റത്തെ ഓപ്പറേഷൻ എന്താണ്, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയും അല്ലേ. അപ്പോൾ അടുത്ത കോളത്തിൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എഴുതും. ഇനി നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് നെഗേഷൻ പിയും കണ്ടുപിടിക്കണം, നെഗേഷൻ ക്യൂ. അപ്പോൾ അടുത്ത കോളത്തിൽ നമ്മൾ നെഗേഷൻ പി, പിന്നത്തേൽ എന്ത് വരും, നെഗേഷൻ ആറ് വരും. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ആറ് അത് കണ്ടുപിടിച്ച് പിന്നെ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്താണോ അത്രയും എഴുതിയേക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 എണ്ണം പിയും ക്യൂവും ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എത്ര പേയേഴ്സാണ് വന്നത്, 4 പേയേഴ്സാണ് വന്നത്. പക്ഷെ 3 വേരിയബിൾ വരുമ്പോൾ പി ക്യൂ ആറെന്ന് വരുന്ന സമയത്ത് എത്ര കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 8 കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് 8 കോമ്പിനേഷൻ എന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു കാര്യങ്ങളാണ് പി ക്യൂ ആറ്, പിന്നെ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, നെഗേഷൻ പി, നെഗേഷൻ ആറ്, നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ആറ്. പിന്നെ നമ്മളെന്താണ്, അതായത് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ സിമ്മട്രിക് ഡിഫറൻസ് വിത്ത് നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ആറ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞു തരാം. നമ്മളിങ്ങനെ എഴുതി വരും 3 എണ്ണം, അതായത് ഈ പി ക്യൂ ആർ എന്നുള്ളതിൻ്റെ പോസിബിൾ പെയേഴ്സ് എങ്ങനെ എഴുതാന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യം 3 ട്രൂ ആവുന്ന കേസ്, പിന്നെ 3 ട്രൂവും ഒരെണ്ണം ഫാൾസ് ആവുന്ന കേസ്. ഇനി ഇതിനെ മാറ്റിയത് ടി എഫ് ടി എന്നാക്കി മാറ്റാം. പിന്നെ നമുക്ക് എഫ് ടി ടി ആക്കിയിട്ട് മാറ്റാം. ഇങ്ങനെയുള്ള പോസിബിലിറ്റി. ഇനി നമുക്ക് 2 എണ്ണം, ഒരെണ്ണം ട്രൂവും 2 എണ്ണം ഫാൾസ് ആവുന്ന കേസ് എടുക്കാം. ഇനി നമ്മൾ അതിനെങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരും. പിന്നെ ഫസ്റ്റ് ഫാൾസ്, പിന്നെ ട്രൂ, വീണ്ടും ഫാൾസ് ആവുന്ന അടുത്ത സിറ്റുവേഷൻ. ദെൻ നമുക്ക് 2 ഫാൾസും 1 ട്രൂ വരുന്ന സിറ്റുവേഷൻസ്. പിന്നെ നമുക്ക് 3 ഫാൾസ് ആവുന്ന സിറ്റുവേഷൻ. അങ്ങനെ നമുക്കിവിടെ ഇങ്ങനത്തെ എത്ര കേസ് കിട്ടും, 8 കേസസ് കിട്ടും. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പം കിട്ടും. പിന്നെ നമ്മൾ നോക്കുക, പി ഇംപ്ലൈസ് ക്യൂ ആണ്. ഇപ്പോൾ പി ഇംപ്ലൈസ് നമ്മൾ പി ഇഫ് ആൻഡ് ഓൺലി ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണ് നമ്മൾ നോക്കേണ്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം പിൻ്റെയും ക്യൂവിൻ്റെയും മാത്രം നോക്കുക. 2ഉം ട്രൂ ആവുന്ന കേസിൽ അതെന്തായിരിക്കും, ട്രൂ ആയിരിക്കും. പിന്നെ 2ഉം ട്രൂ ആവുന്ന കേസാണ് അടുത്തതും, അപ്പോഴും ട്രൂ. പിന്നെ ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസും വരുന്ന കേസിൽ നമുക്ക് എന്തായിരിക്കും, ഫോൾസ് വരും. അടുത്ത ടേബിൾ അങ്ങനെ തന്നെ, ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസ്, അതങ്ങനെ ഫോൾസ്. അങ്ങനെ നമ്മൾ ആ ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള എല്ലാതും അതേമാതിരി തന്നെ എഴുതി വയ്ക്കും. ഇനി നമുക്ക് നെഗേഷൻ പി, ഇവിടെ ട്രൂ ആവുന്ന കേസിൽ, അതായത് പി ട്രൂ ആവുന്ന കേസിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫോൾസ്, ട്രൂ ആവുന്ന കേസിൽ നേരെ ഓപ്പോസിറ്റ്, ട്രൂ ആവുന്ന കേസിൽ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ റിമൈനിങ് ആയിട്ടുള്ള കുളത്തിലുള്ള മൊത്തം എഴുതുക. നെഗേഷൻ ആർ എന്ന് പറയുന്നത് എന്താ വരിക, നമുക്ക് ഇവിടെ ട്രൂ ആവും, അപ്പോൾ ഇവിടെ ഫോൾസ്, ഇവിടെ ഫോൾസ് ആകുമ്പോൾ ഇവിടെ ട്രൂ ആവും, ഇവിടെ ട്രൂ ആകുമ്പോൾ ഇവിടെ ഫോൾസ്, അങ്ങനെ റിമൈനിങ് ആയിട്ട് മാറ്റി എഴുതുക. ഇനി നമ്മൾ എന്താ ഇവിടെ നോക്കേണ്ടത്, ഇനി നമ്മൾ അടുത്തത് കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ആർ.
അപ്പോൾ ആദ്യം നെഗേഷൻ പി കൺസിഡർ ചെയ്യുക, പിന്നെ നെഗേഷൻ ആർ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കുക. ഇപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫിൻ്റെ ആ ടേബിൾ നോക്കുക. ഇഫ് ആൻഡ് ഓൺലി ഇഫിൽ എപ്പം മാത്രമേ ഫോൾസ് വരിക? രണ്ടും ട്രൂ ആവുന്ന കേസിൽ ട്രൂ തന്നെ, രണ്ടാമത് ഫോൾസ് വരുമ്പോഴും ഫസ്റ്റ് ഫോൾസ് വരുമ്പോഴും അല്ലേ, രണ്ടും ട്രൂ ആവുന്ന കേസിലും രണ്ട് ഫോൾസ് ആവുന്ന കേസിലും ട്രൂ വരും. ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് വരുന്ന കേസിൽ നമുക്ക് എന്താ വരാം? ഫോൾസ് ആണ് വരിക. അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. രണ്ട് ഫോൾസ് ആവുന്ന കേസിൽ ട്രൂ ആയിരിക്കും, ഒരെണ്ണം ഫോൾസ് വരുമ്പോൾ അത് ഫോൾസ് ആയിരിക്കും, രണ്ടെണ്ണം ഫോൾസ് വരുന്ന കേസിൽ ട്രൂ ആയിരിക്കും. അങ്ങനെ റിമൈനിങ് ആയിട്ട് നമ്മൾ നോക്കുക. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ കോളംസാണ് ഇനി കൺസിഡർ ചെയ്യേണ്ടത്? ഈ ഒരു കോളം പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂവും അതേമാതിരി തന്നെ നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എക്സ്ക്ലൂസീവ് ഓറിൻ്റെ എന്താ പറയുക ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം. എന്താണ് ഇവിടെ എക്സ്ക്ലൂസീവ് ഓറിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്? എക്സ്ക്ലൂസീവ് ഓർ എന്താ? രണ്ടും ട്രൂ ആവുന്ന കേസിലും ഫോൾസ്, രണ്ട് ഫോൾസ് ആവുന്ന കേസിലും ഫോൾസ് ആണ്, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആവുന്ന കേസിൽ ട്രൂ, അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ടും ട്രൂ ആവുന്ന കേസ്, അപ്പോൾ അതെന്തായിട്ട് മാറി? ഫോൾസ് ആയിട്ട് മാറി. ഒരെണ്ണം ഫോൾസ് വരുന്ന കേസ് അല്ലെങ്കിൽ ഒരെണ്ണം ട്രൂ വരുന്ന കേസ്, ഏതെങ്കിലും ഒരെണ്ണം അപ്പോൾ എന്തായിരിക്കും? ട്രൂ ആണ്. ഇതിലും അതെ, ഒരെണ്ണം എന്താണ്? ട്രൂ ആണ്, അപ്പോൾ അതെന്തായിരിക്കും? ട്രൂ ആണ്. അങ്ങനെ നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള കോളംസ് മൊത്തം ചെയ്യാം. അത് റിമൈനിങ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നിങ്ങൾക്ക് വർക്ക് എക്സസൈസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ, അതായത് ഈ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷനാണ് തന്നിരുന്നത്. ഇവിടെ 3 പേര് പി ക്യു ആർ ഉണ്ടായിരുന്നു. സോ പി ക്യു ആർ എന്നുള്ള കോൾ എടുത്തു. ദെൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ അത് കണ്ടുപിടിച്ചു. പിന്നെ നെഗേഷൻ പി കണ്ടുപിടിക്കുക, നെഗേഷൻ ആർ കണ്ടുപിടിക്കുക, ദെൻ ഈ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടുപിടിക്കുക, ദെൻ ലാസ്റ്റ് ഈ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എഴുതുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരെണ്ണം എന്ന് പറയുന്നത് ഏതായിരുന്നു? നമുക്ക് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുള്ളത് പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ ഇംപ്ലൈസ് ദാറ്റ് പി ഓർ ക്യൂ അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? പിയും ക്യൂ എഴുതുക, പിന്നെ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എഴുതുക, പിന്നെ പി ആൻഡ് ക്യൂ എന്ന് എഴുതുക, എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ നമ്മളൊക്കെ അറിയുന്ന കേസാണ്. എങ്ങനെയാണ്? രണ്ടും ട്രൂ ആവുന്ന കേസിൽ എന്താ? ഫാൾസ് ആണ്. പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ വരുന്ന സിറ്റുവേഷനിൽ ട്രൂ ആയിരിക്കും. ഇവിടെ അതെ, ഒരെണ്ണം ട്രൂ ഉണ്ട്, അപ്പോൾ ഇതെന്തായിട്ട് പറയും? രണ്ടെണ്ണം ട്രൂ ഫോൾസ് ആവുന്ന കേസിലും ഇതെന്താ തന്നെ വരിക? ഫോൾസ് ആയിട്ടാണ് വരിക. പിന്നെ ആൻഡ് ക്യൂ ആവുന്ന സമയത്ത് നമുക്ക് അറിയുന്ന കാര്യമാണ്, രണ്ടും ട്രൂ ആവുന്ന കേസിൽ മാത്രമേ ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫോൾസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ 2 കോളംസ് ആണ് നോക്കേണ്ടത്. പിന്നെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇംപ്ലിക്കേഷൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരാം? രണ്ടാമത് ഫോൾസ് വരുന്ന സിറ്റുവേഷനിൽ മാത്രം. ട്രൂ ആവുന്ന കേസിൽ ട്രൂ ആയിരിക്കും, ഫോൾസ് ആവുന്ന കേസിലും ഫോൾസ് ആയിരിക്കും, ഫോൾസ് ട്രൂ ആവുന്ന കേസിലും ട്രൂ ആയിരിക്കും. രണ്ടാമത് ഫോൾസ് വരുമ്പോൾ, ട്രൂ ഫോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഫോൾസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇത് രണ്ടിലും ട്രൂ ആയിരിക്കും. ഇതിൽ രണ്ടാമതാണ് ഫോൾസിങ് വരുന്നത്, അപ്പോൾ അവിടെ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇതിലും അതേമാതിരി രണ്ടാമത്തെ ഫോൾസ് വരുന്നത്, ഇപ്പോൾ ഫോൾസ് ആയിരിക്കും. 2 ഫോൾസ് വരുന്ന കേസിൽ ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഏതൊരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതുമാതിരി ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എഴുതാൻ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു പുതിയ സെക്ഷൻ പറയുകയാണ്, ലോജിക് ആൻഡ് ബിറ്റ് ഓപ്പറേഷൻസ്. ലോജിക്കും ബിറ്റ് ഓപ്പറേഷൻ എന്ന് പറയും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ബിറ്റ് ഓപ്പറേഷൻസ് എന്നും ലോജിക്സൊക്കെ മെയിൻലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് ബ്രാഞ്ചാണ്. ആസ് വെൽ ആസ് നമ്മളത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരത്തിലുള്ള ഒരു ബ്രാഞ്ച് വന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ഇൻഫർമേഷൻ യൂസിങ് ബിറ്റ്സ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, എ ബിറ്റ് ഈസ് എ സിമ്പിൾ വിത്ത് 2 പോസിബിൾ വാല്യൂസ്. ഒരു ബിറ്റിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 പോസിബിൾ വാല്യൂസിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബിറ്റിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ആ 2 വാല്യൂസ്? 0യും 1ഉം. ഓക്കെ, അപ്പോൾ നമ്മൾ
കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷനെ റെപ്രസെൻറ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ ബിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? 0യും 1ഉം യൂസ് ചെയ്തിട്ടാണെന്ന് അറിയാം. നമ്മളൊരു ഇൻഫർമേഷൻ ഇങ്ങനെ 0001 0111 ഇതെന്ന് പറയുന്നത് ഒരു ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ച് തന്നെ എന്തോ ഒരു ഇൻഫർമേഷനാണ്, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതേമാതിരി 1000 1000 ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻസിനെ ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 1 എന്ന് പറയുന്ന ബിറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. 1 എന്ന് പറയുന്ന ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ട്രൂ വാല്യൂസിനെയും അതുമാതിരി തന്നെ 0 എന്ന ബിറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫോൾസിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 റെപ്രസെൻറ്റ് ചെയ്യും ടി എന്ന് പറയുന്നതിന്, 0 എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഫോൾസ്, എഫ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിളിനെ എപ്പോഴാണ് ബൂളിയൻ വേരിയബിൾ, ഒരു ഡെഫിനേഷനാണ് ഇത്, സെപ്പറേറ്റ്ലി എഴുതി പഠിക്കുക. ഒരു വേരിയബിൾ എപ്പോഴാണ് ബൂളിയൻ വേരിയബിൾ ആവുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഡെഫിനേഷൻ പറഞ്ഞത്. എ വേരിയബിൾ ഈസ് കാൾഡ് എ ബൂളിയൻ വേരിയബിൾ ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് എയ്തർ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഫോൾസ് ആയിട്ട് മാറും. അതിനുള്ള സിറ്റുവേഷൻ എ വേരിയബിൾ ഈസ് കാൾഡ് ബൂളിയൻ വേരിയബിൾ ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ്. അതാണ് ബൂളിയൻ വേരിയബിളിൻ്റെ ഡെഫിനേഷൻ. അല്ലെങ്കിൽ നമുക്ക് കോൺസിക്വൻ്റ്ലി എന്ത് പറയാൻ പറ്റും? ബൂളിയൻ വേരിയബിൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ബിറ്റ്സ്. ബൂളിയൻ വേരിയബിൾസ് നമുക്ക് ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, അതുമാതിരി തന്നെ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഓർ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് എഴുതും? ഡിസ്ജങ്ഷൻ യൂസ് ചെയ്തിട്ട് എഴുതും. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? കൺജങ്ഷൻ യൂസ് ചെയ്തിട്ട് മാറും. എക്സ് ഓർ എന്ന് പറയുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എവിടെയാണ്? നമ്മളിവിടെ ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ട്രൂത്ത് ടേബിൾ നേരത്തെ എഴുതിയായിരുന്നു അല്ലേ. അതായത് ട്രൂത്ത് ടേബിൾ പിയും ക്യൂവിൻ്റെ ഒക്കെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നുണ്ടായിരുന്നു. അതായത് കൺജങ്ഷൻ ആകുമ്പോൾ എന്താണെന്ന് പഠിച്ചിരുന്നു, ഡിസ്ജങ്ഷൻ ആകുമ്പോൾ എന്താണെന്ന് പഠിച്ചിരുന്നു, എക്സ്ക്ലൂസീവ് ഓർ ആവുന്ന കണ്ടീഷനിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി അതേമാതിരി നമ്മുടെ ഇവിടെ എക്സ് വൈ, അതിന് പകരമാണല്ലോ നമ്മൾ എക്സ് ഓർ വൈ, എക്സ് ആൻഡ് വൈ, എക്സ് ഓർ വൈ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വേരിയബിൾ, ബൂളിയൻ വേരിയബിൾസ് ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പിയും ക്യൂവും ഒക്കെ എന്തായിട്ട് മാറുകയാണ്? ഇനി ഇവിടെ ബിറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് എക്സും വൈയും ആയിട്ട് അതെന്ത് ചെയ്യുകയാണ്? മാറി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബിറ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിന്? ട്രൂ എന്നുള്ളതിന് 1 വെച്ചിട്ടും ഫോൾസ് എന്ന് പറയുന്നതിന് 0 എന്ന് വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്താ പറയുന്നത്? 1 ആവുന്ന കേസിൽ എക്സ് ഓർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുമാതിരി തന്നെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അതേമാതിരി തന്നെ എക്സ് ഓർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട്. സിമിലർലി ഇങ്ങനെയാകുമ്പോൾ റിമൈനിങ് ആയിട്ട് ബാക്കിയുള്ളതൊക്കെ അതേമാതിരി തന്നെ. അപ്പോൾ ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും ഇത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ്ലി ഒരു ടേബിളായിട്ട് നിങ്ങൾ പഠിക്കണം. പഠിച്ചു വയ്ക്കുക, നേരത്തെ കൺജക്ഷൻ്റെ പഠിച്ച മാതിരി. അതുമാതിരി തന്നെ അടുത്തത് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്ത ടേബിൾ സെപ്പറേറ്റ്ലി വരച്ച് വയ്ക്കുക. ഈ 2 പ്ലസ് ഇതുകൂടിയും ചേർത്ത് വെച്ചിട്ട് വരച്ച് വയ്ക്കുക. എന്നിട്ട് അത് കാണാതെ പഠിക്കുക. മൂന്നാമത്തേത് ചെയ്യേണ്ടത് ഈ 2 ക്ലബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതുകൂടിയും ചേർത്തിട്ട് ക്ലബ് ചെയ്യും. അങ്ങനെ 3 ടേബിൾ, ഇതിനെ 3 സെപ്പറേറ്റ് ടേബിളാക്കി വയ്ക്കുക. എന്നിട്ട് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇത് വെച്ചിട്ടായിരിക്കും ഇപ്പം നമ്മൾ നേരത്തെ എന്താ പറയുക, ഓരോന്നും കണ്ടില്ലേ, ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്ത മാതിരി ഇവിടെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ ഒരു ടേബിൾ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു ബിറ്റ് സ്ട്രിങ് എന്നാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിറ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. 0001000 എന്നോ അല്ലെങ്കിൽ 100100 എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിറ്റ് സ്ട്രിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ബിറ്റ് സ്ട്രിങ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എ ബിറ്റ് സ്ട്രിങ് ഈസ് എ സീക്വൻസ് ഓഫ് 0 ഓർ മോർ ബിറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു സീക്വൻസ് ഓഫ് 0 ഓർ മോർ ബിറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ സ്ട്രിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ട്രിങ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുക ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എത്ര ബിറ്റ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ഇവിടെ എത്ര ബിറ്റ്സ് ഉണ്ട്? 1 2 3
4 5 6. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബിറ്റ് സ്ട്രിങ്ങിന് ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളതാണ്. ഏതാണ്? 1 0 0 1 0 1 1 1 1 0 എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ബിറ്റ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ ഇതിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വെറും ഓർ ആൻഡ് എക്സ് ഓർ എന്നുള്ളതൊക്കെ നമ്മൾ ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാണ് ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് ആൻഡ് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് ഓഫ് 2 സ്ട്രിങ്സ് ഓഫ് ദ സെയിം ലെങ്ത്ത് എന്ന് പറയുന്നത്. അതായത് സെയിം ലെങ്ത്ത് ഉള്ള, നമ്മൾ ആദ്യം ഓർ ആൻഡ് എക്സ് ഓർ എന്നൊക്കെ പഠിച്ചു. ഇനി 2 സെയിം ലെങ്ത്ത് ഉള്ള സ്ട്രിങ്ങിൻ്റെ ബിറ്റ് സ്ട്രിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യണേ? ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് ആൻഡ് ബിറ്റ് വൈസ് എക്സ് ഓർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേഷൻസിൻ്റെ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഒരു പ്രോബ്ലത്തിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ബിറ്റ് വൈസ് ഓർ ആൻഡ് ബിറ്റ് വൈസ് ആൻഡ് ബിറ്റ് വൈസ് ബിറ്റ് വൈസ് എക്സ് ഓർ ഓഫ് ദ ഫോളോയിങ് സ്ട്രിങ്സ്. ഈ 2 സ്ട്രിങ്സ്. ഇപ്പോൾ നമുക്ക് 2 സ്ട്രിങ് തന്നിട്ടുണ്ട്. ആ 2 സ്ട്രിങ്ങിൻ്റെ ബിറ്റ് വൈസ് ഓർ എന്ന് പറയുന്നതും ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുന്നത്, ബിറ്റ് വൈസ് എക്സ് ഓർ എന്നൊക്കെ പറയുന്നത് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ലെങ്ത്ത് എത്രയെന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. അപ്പോൾ 10 ആണ്. ഇപ്പോൾ രണ്ടിൻ്റെയും ഇത് 2 സ്ട്രിങ്ങിൻ്റെയും ലെങ്ത്ത് എന്തായിരിക്കും? 10 ആയിരിക്കും. അങ്ങനെ 2 സെയിം ലെങ്ത്ത് ഉള്ള സ്ട്രിങ്സിൻ്റെ ഇടയിൽ നമ്മളെങ്ങനെയാണ് ബിറ്റ് വൈസ് ഓറും ബിറ്റ് വൈസ് ആൻഡും പറയണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? 2 സ്ട്രിങ്സും ഇങ്ങനെ താഴെ എഴുതി വെച്ചു. ഇനി നമ്മൾ ബിറ്റ് വൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ബിറ്റ് വൈസ് ഓറാണ്. 2 സ്ട്രിങ്ങും കണ്ടുപിടിച്ചു. ബിറ്റ് വൈസ് ഓറുമ്പോൾ നമ്മുടെ ടേബിൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എക്സ് വൈ ആണെങ്കിലും പിന്നെ എക്സ് ഓർ ക്യാപിറ്റൽ ലെറ്റർ ആണ്, എക്സ് ഓർ വൈ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ നമ്മൾ പഠിക്കുക? 1ഉം 1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. 1ഉം 0 ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. 0 1 ആവുന്ന കേസിൽ നമുക്ക് എന്തായിരിക്കും? 1 ആയിരിക്കും. 2ഉം 0 0 ആവുന്ന കേസിൽ നമുക്കിവിടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് വരും. ഇപ്പോൾ 0യും 1ഉം 1 ആകുമ്പോൾ എന്താണ്? 1 അതായത് പിന്നെ 0 0 ആവുന്ന കേസിൽ 0 ആവുന്ന കേസിൽ 0 ആണ് അല്ലേ? ഇപ്പോൾ 0 എന്ന് അടുത്തത് എഴുതി. പിന്നെയും 0 അവിടെയും 0 എഴുതി. 2ഉം 1 ആവുന്ന കേസിൽ എന്താണ്? നമുക്ക് 1 അതവിടെ എഴുതി. അങ്ങനെ റിമൈനിങ് ആയിട്ട് നമ്മൾ ഓരോന്നും എഴുതി നോക്കും. ഓക്കെ. ഇനി നമുക്ക് ഇതേമാതിരി തന്നെ ബിറ്റ് വൈസ് ആൻഡ്. ഇപ്പോൾ ബിറ്റ് വൈസ് ആൻഡിൻ്റെ വരയ്ക്കുമ്പോൾ ഞാൻ 1 1 അതായത് എക്സ് വൈ ദെൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ എക്സ് ആൻഡ് വൈ 2ഉം 1 ആവുന്ന കേസിൽ 1 ആണ്. 1 0 ആവുന്ന കേസിൽ ഇവിടെ എന്ത് വരും? 0 വരും. 0 1 വരുന്ന കേസിലും ഇവിടെ 0 വരും. പിന്നെ എന്താ വരിക? 0 0 വരുന്ന കേസിലും 0 വരും. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ 0 1 വരുമ്പോൾ 0, ഏതെങ്കിലും ഒരെണ്ണം 0 വരുമ്പോൾ നമുക്ക് എന്താണ്? മൊത്തത്തിൽ 0 ആണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ 0 0 ആവുന്ന കേസിലും 0 0 0 ആവുന്ന കേസിൽ 0, 2ഉം 1 ആവുന്ന കേസിൽ 1. അങ്ങനെ റിമൈനിങ് ആയിട്ടുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ. ഇനി അതേമാതിരി തന്നെ ബിറ്റ് വൈസ് എക്സ് ഓർ. ബിറ്റ് വൈസ് എക്സ് ഓർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ 2 സ്ട്രിങ്ങും താഴെ എഴുതി. ഇനി നമ്മൾ എക്സ് വൈ ആ ടേബിളൊന്നും നമ്മളിങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് കാണാൻ എന്താ പറയുക ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് ഓർ വൈ എന്ന്. ഇപ്പോൾ എന്താണ്? 1 1 1 ആവുന്ന കേസിൽ ഇവിടെ 0 ആണ്. 1 0 ആവുന്ന കേസിൽ ഇവിടെ എന്ത് തന്നെയാണ്? 1 ആണ്. 0 1 ആവുന്ന കേസിലും ഇവിടെ 1 തന്നെയാണ്. 2ഉം 0 ആവുന്ന കേസിൽ നമുക്ക് എന്ത് തന്നെയാണ്? 0 വരും അല്ലേ? അപ്പോൾ നമുക്ക് 0യും 1ഉം വരുന്ന സമയത്ത് എന്താണ്? 1. 2ഉം 0 ആവുന്ന കേസിൽ 0, 2ഉം 0 ആവുന്ന കേസിൽ 0, 2ഉം 1 ആവുന്ന കേസിൽ നമുക്ക് 0 ആണ്. ഒരെണ്ണം 1ഉം 0 വരുമ്പോൾ 1, 1ഉം 0 വരുമ്പോൾ 1, അങ്ങനെ നമ്മൾ ബാക്കിയുള്ളത് എഴുതുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിം ലെങ്ത്തുള്ള 2 സ്ട്രിങ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബിറ്റ് വൈസ് ഓറും ബിറ്റ് വൈസ് എക്സ് ആൻഡും ബിറ്റ് വൈസ് എക്സ് ഓർ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിൽ എന്താണ് ടോട്ടോളജീസ് ആൻഡ് കോൺട്രഡിക്ഷൻസ്. ഓക്കെ. ഇപ്പോൾ പുതിയ ഒരു ടേംസിലായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എന്താണ് ടോട്ടോളജി അല്ലെങ്കിൽ എന്താണ് കോൺട്രഡിക്ഷൻസ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ.
ഇപ്പോൾ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നമ്മളൊരു ഇപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ കണ്ടുപിടിച്ചിരുന്നു അല്ലേ, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആൻഡ് എന്തെങ്കിലും ഞാനിപ്പോൾ അത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു എന്താ പറയുക ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എഴുതി. ഇങ്ങനെ ഈ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എഴുതിയപ്പോൾ നമുക്ക് 4 കേസിലും ഇത് ട്രൂ ആണെന്ന് വിചാരിച്ചു. ഇങ്ങനെ ടി 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 4 കേസിലും നമുക്കത് ട്രൂ ആയിട്ട് തന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പറയുന്നതാണ് ടോട്ടോളജി എന്ന് പറയും. അതാണ് ഇവിടെ വേർഡ്സിൽ എഴുതിയിരിക്കുന്നത്. എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ആൾവേസ് ട്രൂ നോ മാറ്റർ വാട്ട് ദ ട്രൂത്ത് വാല്യൂ ഓഫ് ദ പ്രൊപ്പോസിഷൻ ദാറ്റ് ഒക്കർ ഇൻ ഇറ്റ് ഈസ് കാൾഡ് ടോട്ടോളജി എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെയുള്ള ഒരു എന്താ പറയുക കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എഴുതി നോക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ലാസ്റ്റിലെ കോളത്തിൽ എല്ലാതും ട്രൂ ആയിട്ടാണ് വരുന്നത് വെച്ചാൽ ട്രൂ 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 എന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുക ടോട്ടോളജി എന്ന് വിളിക്കുക. ഇനി അതേ സമയത്ത് ഇതെല്ലാതും ഫോൾസ്, എല്ലാ കേസിലും നമുക്കിത് ഫോൾസ് ആണ് വരുന്നത് വിചാരിച്ചോ. ഇതേ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ച് നമ്മൾ ലാസ്റ്റ് കോളം കാണുമ്പോൾ അതിലെല്ലാം എഫ് 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 എന്ന് തന്നെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ആൾവേസ് ഫാൾസ് നോ മാറ്റർ വാട്ട് ദ ട്രൂ വാല്യൂ ഓഫ് ദ പ്രൊപ്പോസിഷൻ ദാറ്റ് ഒക്കർ ഇൻ ഇറ്റ് ഈസ് കാൾഡ് എ കോൺട്രഡിക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺട്രഡിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ചില നമ്മൾ ഇപ്പോൾ ഇതേമാതിരി നമ്മൾ നേരത്തെ ഞാൻ എഴുതിയമാതിരിയുള്ള ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ, അതായത് പി ഇംപ്ലൈസ് ക്യൂ ഡയറക്റ്റ് സം പി ഓർ ക്യൂ ഇങ്ങനെ എന്തോ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയതാണ്. ഇപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരെണ്ണം ഫാൾസ് ഒരെണ്ണം ട്രൂ പിന്നെയും ട്രൂ പിന്നെയും ഫോൾസ് ഇങ്ങനെ വന്നു വിചാരിച്ചോ. അങ്ങനെ വരുന്ന ഇതിലാണ് നമ്മൾ കോണ്ടിജൻസി എന്ന് വിളിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷനെയാണ് നമ്മൾ വിളിക്കുക കോണ്ടിജൻസി എന്ന് വിളിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് നെയ്തർ ടോട്ടോളജി, ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നെയ്തർ ടോട്ടോളജി നോർ എ കോൺട്രഡിക്ഷൻ ഈസ് യൂസ്വലി കാൾഡ് കണ്ടിജൻസി. അതെന്ന് പറയുന്നത് അതായത് എല്ലാം ട്രൂ ആവുന്ന കേസാണെങ്കിൽ അതെന്തായിട്ട് മാറി ടോട്ടോളജിയാണ്, കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയാൻ പറ്റൂലേ. അതേമാതിരി തന്നെ എല്ലാം ഫോൾസ് ആവുന്ന സിറ്റുവേഷനിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, അതെന്ന് പറയുന്നത് ആ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ അതെന്തായിരിക്കും കോൺട്രഡിക്ഷൻ ആയിരിക്കും എന്ന് പറയാം. അല്ല ഒരെണ്ണം ട്രൂ ഒരെണ്ണം ഫാൾസ്, അല്ലെങ്കിൽ 3 എണ്ണം ട്രൂ ഒരെണ്ണം ഫാൾസ്, അല്ലെങ്കിൽ 2 എണ്ണം ട്രൂ ഒരെണ്ണം ഫാൾസ്, അങ്ങനെ വരുന്ന മിക്സഡ് ആയിട്ട് ട്രൂവും ഫാൾസ് മിക്സഡ് ആയിട്ടൊക്കെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക നെയ്തർ ടോട്ടോളജി നോർ കോൺട്രഡിക്ഷൻ എന്ന് പറയാം. അങ്ങനെയുള്ളതിനെ നമ്മൾ കോണ്ടിജൻസി എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളായിരുന്നു ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്കിവിടെ ജസ്റ്റ് ഒരു പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾക്കിവിടെ പറഞ്ഞിരിക്കുകയാണ് ഫോർ എനി സ്റ്റേറ്റ്മെൻറ്റ് പി, ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് പി എടുത്തു കഴിഞ്ഞാലും ഷോ ദാറ്റ് പി ഓർ നെഗേഷൻ പി ഈസ് ടോട്ടോളജി ആൻഡ് പി ആൻഡ് നെഗേഷൻ പി എന്ന് പറയുന്നത് എന്തായിരിക്കണം കോൺട്രഡിക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് പി എടുത്തു കഴിഞ്ഞാലും ഇത് എന്ന് പറയുന്നത് ടോട്ടോളജി, ഈ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ടോട്ടോളജി ആണെന്നും ഈ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ ആണെന്നും നമ്മളോട് ഷോ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് ഷോ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ട്രൂത്ത് ടേബിൾ, അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കണ്ടുപിടിക്കുക, അതേമാതിരി തന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ട്രൂത്ത് ടേബിളും കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാതും ഇതിൻ്റെ എന്താ പറയുക ട്രൂത്ത് ടേബിളിൽ എല്ലാതും ട്രൂ എന്നാണ് വന്നതെങ്കിൽ നമുക്കത് ടോട്ടോളജി ആയിരിക്കും. ഇതിൻ്റെ ടേബിൾ കാണുമ്പോൾ എല്ലാതും ഫോൾസ് എന്നാണ് കണ്ടതെങ്കിൽ നമുക്കത് കോൺട്രഡിക്ഷൻ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളത് എന്ത് ചെയ്യേണ്ടത് ഷോ ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ് പി എടുത്തു, നെഗേഷൻ പി എന്ന് പറയുന്നത് ട്രൂ എടുക്കുമ്പോൾ നെഗേഷൻ പി എന്തായിരിക്കും ഫോൾസ് ആയിരിക്കും. ഇത് ഫോൾസ് എടുക്കുന്ന സമയത്ത് ഇതെന്തായിട്ട് ട്രൂ ആയിട്ട് മാറും. ഇനി പി ഓർ നെഗേഷൻ പി നമ്മൾ കണ്ടുപിടിക്കും. ഫസ്റ്റത്തെ ടേബിളാണ് പി ഓർ നെഗേഷൻ പി എന്ന് കണ്ടുപിടിച്ചു. ഇപ്പം ഓർ ആവുന്ന കേസിൽ അല്ലേ പി ഓർ എന്നാണ്. ഇപ്പോൾ ഓർ ആവുന്ന കേസിൽ നമുക്ക് എന്താണ് ഒരെണ്ണം ട്രൂവും ഫസ്റ്റ് വൺ ട്രൂ, അതായത് ഫസ്റ്റ് വൺ ട്രൂവും സെക്കൻഡ് വൺ ഫോൾസ് ആവുന്ന കേസിൽ അതെന്ത് തന്നെയാണ് ട്രൂ ആണ്. ഫോൾസും ട്രൂ ആവുന്ന കേസിൽ നമുക്ക് അതെന്ത് തന്നെയാണ് ട്രൂ ആണ് അല്ലേ. ഇനി അതേമാതിരി തിരിച്ച് ഒരെണ്ണം ട്രൂവും ഫോൾസ് ആവുന്ന സമയത്ത് പി ആൻഡ് നെഗേഷൻ പി എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഫോൾസും ട്രൂ ആവുന്ന കേസിൽ ഇതും ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് അതിൻ്റെ ടേബിൾ നമ്മൾ ആ ടേബിൾ പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതറിയുന്നത് കൊണ്ടാണ് പെട്ടെന്ന് പറയാൻ പറ്റിയത്. അതറിയില്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നോക്കിക്കേ
പി ഓർ നെഗേഷൻ പി എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ ഫുൾ എന്താണ് ട്രൂ എന്നാണ് വന്നത്. അതുകൊണ്ട് ഇതെന്താണ് പറയാൻ പറ്റും, ആദ്യത്തെ ഈ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ടോട്ടോളജി ആണെന്ന് പറയാൻ പറ്റും. അതേമാതിരി ഇത് നോക്കിക്കേ, ഈ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് ടേബിൾ എന്താ വന്നത്, 2 ഫോൾസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ 2 ഫോൾസ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് അതെന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ താഴെ വേർഡ്സിൽ എഴുതിയിരിക്കുന്നത്. ഇൻ ദ എബൌട്ട് ട്രൂത്ത് ടേബിൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ പ്രൊപ്പോസിഷൻ പി ഓർ നെഗേഷൻ പി ഈസ് ആൾവേസ് ട്രൂ ആൻഡ് ദ പ്രൊപ്പോസിഷൻ പി ആൻഡ് നെഗേഷൻ പി ഈസ് ആൾവേസ് ഫോൾസ്. ഹെൻസ് this compound proposition is a tautology and this compound proposition is a contradiction എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പറയുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് യൂസ് ദ ട്രൂത്ത് ടേബിൾ ടു എസ്റ്റാബ്ലിഷ് വിച്ച് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ഒക്കെ എന്താണെന്ന് പറഞ്ഞത്, ടോട്ടോളജി ആണ്, കോൺട്രഡിക്ഷൻ ആണ്, ആൻഡ് വിച്ച് ആർ ദ കണ്ടിജൻസീസ്. ഏതൊക്കെയാണ് ടോട്ടോളജി, ഏതൊക്കെയാണ് കോൺട്രഡിക്ഷൻ, ഏതൊക്കെയാണ് കണ്ടിജൻസീസ് എന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് 3 കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ 3 കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ 3 പ്രൊപ്പോസിഷൻസിലും ഏതാണ് എന്താ പറയുക ടോട്ടോളജി, ഏതാണ് കോൺട്രഡിക്ഷൻ, ഏതാണ് കണ്ടിജൻസി എന്ന് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഫസ്റ്റ് വണ്ണിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ആദ്യം പി എഴുതുക, ക്യൂ എഴുതുക, ദെൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് എഴുതുക, ദെൻ നെഗേഷൻ പി കണ്ടുപിടിക്കുക, അതിനുശേഷം നെഗേഷൻ പി ഓർ ക്യൂ എന്ന് കണ്ടുപിടിക്കുക, ദെൻ ലാസ്റ്റ് ഈ ഒരു ടേബിൾ കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക, അതിൻ്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇനി ഞാനത് എങ്ങനെയാണെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ വന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാന്ന്. അപ്പോൾ അത് ഇൻഡിവിജ്വലി ഇരുന്ന് ചെയ്യുക, അതായത് ഇത് നോക്കാതെ തന്നെ ടേബിൾ എഴുതി സ്വയം ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് അവിടെ പഠിക്കും. എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുന്നത് എന്നുള്ള കാര്യം അവിടെ പഠിക്കും. അതിനുശേഷം അത് ടോട്ടോളജി, എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ടോട്ടോളജി ആണോ അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ ആണോ കണ്ടിജൻസി ആണോ എന്ന് നോക്കാതെ മനസ്സിലാവും നമുക്ക്, അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെല്ലാതും ട്രൂ ആണ് വന്നത്. ഇങ്ങനെ ഇതെല്ലാതും ട്രൂ ആയിട്ട് വന്നതുകൊണ്ട് നമുക്കിത് എന്താണെന്ന് പറയാൻ പറ്റും, ടോട്ടോളജി ആണെന്ന് പറയാൻ പറ്റും, അല്ലേ. ഇനി അടുത്ത സെക്കൻഡ് വണ്ണ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പി എഴുതുക, ക്യൂ എഴുതുക, നെഗേഷൻ പി എഴുതുക, നെഗേഷൻ ക്യൂ എഴുതാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ മാറിയാലും കുഴപ്പമില്ല കേട്ടോ. നെഗേഷൻ ക്യൂ നെഗേഷൻ പി എന്ന് എഴുതി മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പി ആൻഡ് നെഗേഷൻ ക്യൂ കണ്ടുപിടിക്കുക, അതുമാതിരി തന്നെ നെഗേഷൻ പി ആൻഡ് ക്യൂ കണ്ടുപിടിക്കുക, ആൻഡ് ഫൈനലി ദിസ് കോളം എന്ന് പറയുന്നത് എഴുതുക. അങ്ങനെ ആ ഒരു കോളം, അപ്പോൾ ഇവിടെ ആ ഒരു ഓർഡറിൽ നമ്മൾ കോളം എഴുതുക. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലാതും ഫോൾസ് എന്ന് കിട്ടും. അങ്ങനെ അത് ഫോൾസ് എന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, അത് എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതേമാതിരി മൂന്നാമത്തേൻ്റെയും നമ്മൾ ഇതേമാതിരി കണ്ടുപിടിക്കുക. അപ്പോൾ മൂന്നാമത്തേൻ്റെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് പി എഴുതി, ക്യൂ എഴുതി, പിന്നെ ഇവിടെ നെഗേഷൻ പിയും നെഗേഷൻ ക്യൂവും കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അടുത്ത നെഗേഷൻ പി നെഗേഷൻ ക്യൂ എഴുതി, പിന്നെ ഈ പി ഇംപ്ലൈസ് ക്യൂ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പി ഇംപ്ലൈസ് ക്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കുന്നത് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇവിടെ വേണ്ടത്. ഇവിടെ എഴുതിയതിൽ എന്തോ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിളും കണ്ടുപിടിക്കുക. അങ്ങനെ ആ ട്രൂത്ത് ടേബിൾ കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ നോക്കിക്കേ, 3 ട്രൂവും 1 ഫാൾസും. അതായത് കംപ്ലീറ്റ്ലി ഫാൾസും അല്ല, കംപ്ലീറ്റ്ലി ട്രൂ അല്ല, അല്ലേ. മിക്സഡ് ആയിട്ടാണ് വന്നത്, ട്രൂവും ഫാൾസും മിക്സഡ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്കിത് എന്ത് പറയാൻ പറ്റും, ഇതെന്ന് പറയുന്നത് ഒരു കോണ്ടിജൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ലോജിക്കൽ ഇക്വാലൻസ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഒരു 2 കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് പറയുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്. എന്താണ് നമുക്കുള്ളത്, 2 ഏതിനെയാണ് നമ്മൾ മനസ്സിലാതാ വരേണ്ടത്, കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എപ്പോഴാണ് ലോജിക്കലി ഇക്വാലൻ്റ് ആവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ദ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ, ഇപ്പോൾ ഡെഫിനിഷനായിട്ട് എഴുതി വയ്ക്കുക, ദ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആർ ആൻഡ് ടി ആർ സെറ്റ് ടു ബി ലോജിക്കലി ഇക്വാലൻ്റ് ഇഫ് ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി എന്ന് പറയുന്നത് ഒരു ടോട്ടോളജിയാണ് എന്ന് പറയും.
ഓക്കെ, എന്താ മനസ്സിലായത്? അപ്പം നമ്മുടെ കയ്യിൽ 2 കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ട്. ആർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ, അതുമാതിരി ടി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ട്. അത് രണ്ടും ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി എന്ന് പറയുന്നത് ഒരു ടോട്ടോളജി ആയിട്ട് മാറണം. എന്താണ്? ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി എന്ന് പറയുന്നത് ഒരു ടോട്ടോളജി ആയിട്ട് മാറണം. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് തരാൻ പറ്റും. ഇപ്പോൾ പ്രോബ്ലം വെച്ചിട്ട് പറയാം, ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് പി ഡയറക്റ്റ് സം ക്യൂ ആൻഡ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആർ ലോജിക്കലി ഇക്വാലൻ്റ്. ഇപ്പോൾ നമുക്കിത് ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് കാണിക്കണം. ഇപ്പോൾ ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ, ഇതാണ് ആർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ, ഇതാണ് ടി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നാണ് കാണിക്കേണ്ടത്? ഒരു ടോട്ടോളജി ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? രണ്ടും ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് നമുക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതൊക്കെ നിങ്ങൾക്ക് എക്സസൈസാണ്. പി ക്യൂ എഴുതുക, പി ഡയറക്റ്റ് സം ക്യൂ എഴുതുക, പിന്നെ പി ഡയറക്റ്റ് സം ക്യൂവിൻ്റെ നെഗേഷൻ എഴുതുക. അതായത് ഇവിടെ ട്രൂ ആണെങ്കിൽ ഇവിടെ ഫാൾസ് ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് പിയും ക്യൂവും കണ്ടുപിടിക്കുക, പി ഡയറക്റ്റ് സം ക്യൂ കണ്ടുപിടിക്കുക, പിന്നെ നെഗേഷൻ ഓഫ് പി ഡയറക്റ്റ് സം ക്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിലുള്ളത് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇവിടെ ട്രൂ ആണെങ്കിൽ ഇവിടെ ഫാൾസ്, അല്ല ഇവിടെ ഫാൾസ് ആകുമ്പോൾ ഇവിടെ ട്രൂ ആവുക, ഇവിടെ ട്രൂ ആകുമ്പോൾ ഇവിടെ ഫാൾസ്, അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ. ഇനി നമ്മൾ പിയും ക്യൂവും കൺസിഡർ ചെയ്തിട്ട് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്നുള്ളത് കാണും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, രണ്ടിൻ്റെയും ഇതിൻ്റെ ട്രൂത്ത് വാല്യൂം ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ഇവിടെ രണ്ടും ട്രൂ ആണ് അല്ലേ, രണ്ടും ഫോൾസ് ആണ്, രണ്ടും ട്രൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ 2 കോളം, ഇതിൻ്റെ താഴെയുള്ള കോളും ഇതിൻ്റെ താഴെയുള്ള കോളും എന്താ നമുക്ക് വന്ന് ഈക്വൽ ആയിട്ടാണ് വന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരേ മാതിരി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് അതായത് ഈ ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് അങ്ങനെയുള്ള ഈ തന്നിരിക്കുന്ന 2 കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എന്താ പറയുക കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് തന്നിട്ട് അത് ലോജിക്കലി ഇക്വാലൻ്റ് ആണോ അല്ലേ എന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി നമ്മൾ അതിൻ്റെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ 2 ടേബിൾ വാല്യൂസ് നോക്കുമ്പോൾ രണ്ടും ഒരേ മാതിരിയാണെന്ന് വിചാരിച്ചോ, ഐഡൻറ്റിക്കലി ആയിട്ടാണ് വന്നതെങ്കിൽ നമുക്കതെന്ത് പറയാൻ പറ്റും? ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിലുള്ള. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരുപാട് നിങ്ങൾക്ക് ഓക്കെ, ഒരു മിനിറ്റ്, ഒരു പ്രോബ്ലം കൂടി ഉണ്ട് ഇവിടെ, ഒരു എക്സ്ട്രാ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം ഇതെന്ന് പറയുന്നത് ലോജിക്കലി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഷോ ദാറ്റ് ഇപ്പോൾ ഈ ഒരു 3 ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താ പറയുന്നത്? ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ ഇതിൻ്റെ ട്രൂത്ത് ടേബിളും ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ കൂടി എഴുതി നോക്കുക. അപ്പോൾ അത് രണ്ടും ഒരേ മാതിരി ആണെങ്കിൽ നമുക്കതെന്തായിരിക്കും? ലോജിക്കലി ഇക്വാലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലോജിക്കലി ഇക്വാലൻ്റ് ആണ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആണെന്ന് ഡയറക്റ്റ്ലി സ്റ്റേറ്റ്മെൻറ്റ് തരുന്നതിന് പകരം ഈ ഒരു സിമ്പൽ വെച്ചിട്ട് നമുക്ക് തരാം ഷോ ദാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം നേരത്തെ പറഞ്ഞു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നതൊക്കെ ഇതേമാതിരി കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം പി ക്യൂ ആർ ഉണ്ട്, അപ്പോൾ 8 പെയേഴ്സ് വരും. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കോളം എന്ന് പറയുന്നത് എന്താണ്? ഒരേ മാതിരി ആയിരിക്കും വരിക. അങ്ങനെ ഒരേ മാതിരി വരുന്ന സമയത്താണ് നമുക്ക് എന്ത് വരിക? അവ രണ്ടും ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഉപയോഗിക്കുന്ന ഈ സിമ്പിൾ ഉണ്ടോ 3 വരെ കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് കാണിക്കാനായിരുന്നു ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക ട്രൂത്ത് ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്യാനുണ്ടായിരുന്നു. ഓരോന്നും ടൈം എടുത്ത് തന്നെ എന്ത് ചെയ്യണം? ഇരുന്ന് എഴുതി നോക്കണം. ചിലപ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും ചിലവർക്ക്. കാരണം ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ടേബിൾസൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം ഓരോന്നിൻ്റെയും ട്രൂത്ത് ടേബിൾ തനിയെ ഇരുന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരുപാട് തവണ ഇരുന്ന് ചെയ്ത് നോക്കിയാലേ പഠിയുള്ളൂ. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ ലാസ്റ്റൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് പറയാതിരുന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളായി. ഇപ്പം ഞാൻ ഐഡിയ എങ്ങനെയാണെന്ന് എല്ലാത്തിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. ഇനി വർക്കൗട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോഴാണ് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ, അതായത് ലോജിക്കലി ഇക്വാലൻസിൻ്റെ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനും കൂടി ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാൻ ഉള്ളത്.